ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. 60% പേർ വോട്ട് രേഖപ്പെടുത്തി. BJP ഡൽഹി ഭരിക്കും എന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും. 60 സീറ്റുകൾ വരെ BJP നേടുമെന്ന് ചില ഏജൻസികൾ പ്രവചിക്കുന്നു. 2 ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് സാധ്യത പ്രവചിക്കുന്നത്. കാൽനൂറ്റാണ്ടിന് ശേഷം BJP ഡൽഹി പിടിക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 60 സീറ്റുകൾ വരെ BJP നേടുമെന്ന് പീപ്പിൾസ് പൾസ്, 50 സീറ്റുകൾ വരെ നേടുമെന്ന് പോൾ ഡയറിയും 49 സീറ്റുകൾ വരെ നേടുമെന്ന് PMark സർവേയും പറയുന്നു. മാട്രിസയുടെയും സി ന്യൂസിന്റെയും സർവേകളിൽ AAPയും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം നേടുമെന്ന് മാട്രിസയും 38 സീറ്റുകൾ വരെ നേടുമെന്ന് സി ന്യൂസും പ്രവചിക്കുന്നു. 2 ഏജൻസികളാണ് ആം ആദ്മി പാർട്ടി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്നത്. മൈൻഡ് ബ്രിങ്ക് 49 സീറ്റുകൾ വരെയും വി പ്രിസൈഡ് 52 സീറ്റുകൾ വരെയും ആം ആദ്മി പാർട്ടി നേടുമെന്ന് പ്രവചിക്കുന്നു. 2015-ലും 2020-ലും നേടിയ വമ്പൻ വിജയം ആം ആദ്മി പാർട്ടിക്കുണ്ടാകില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ആം ആദ്മി പാർട്ടി. एग्जिट पोल मुझे लगता है कि आम आदमी पार्टी के वोटर को सही तरीके से रीड कर नहीं पाता है. ये हिस्टोरिकल एविडेंस है. जितना भी एग्जिट पोल दिखा रहे हो उसमें 20-30 सीट जोड़ लीजिएगा तो आपको अंदाजा हो जाएगा कि आम आदमी पार्टी एक बहुत अच्छे मैंडेट के साथ, एक बहुत अच्छे नंबर के साथ सरकार बनाने जा रही है. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ കോൺഗ്രസിന് സമ്പൂർണ്ണ നിരാശ. പരമാവധി 2 സീറ്റുകൾ വരെയാണ് കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. BJP 40 സീറ്റുകൾ വരെ നേടുമെന്ന് 24 പോൾ ഓഫ് പോൾസ്. ആം ആദ്മി പാർട്ടി 29 വരെയും, കോൺഗ്രസ് പരമാവധി 1 സീറ്റും നേടും. ന്യൂസ് ഡെസ്ക് 24.